നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നോക്കൂ, നമ്മളിപ്പോൾ ഉള്ളത് സത്യം പറയുകയാണെങ്കിൽ ഒറീസയിൽ തന്നെയാണ്. ഇവിടെ നമ്മൾ അങ്ങനെ അടുത്ത സംസ്ഥാനമായ ജാർഖണ്ഡിൽ കയറണമെങ്കിൽ 300 സംതിങ് കിലോമീറ്റർ ഓടിക്കണം. പിന്നെ അതേപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലാൻ വേണ്ടി പോകുന്ന സ്ഥലമാണ് ബീഹാർ. അതിനുശേഷം വെസ്റ്റ് ബംഗാൾ. നമ്മൾ ലക്ഷ്യം പറഞ്ഞില്ല, എനിക്കറിയാവുന്ന സ്ഥലം സിലിഗുരി. ഗൈസ് നോക്കൂ, അപ്പം നമുക്ക് ഇന്നത്തെ യാത്ര തുടങ്ങാം. ഈ കാണുന്ന ഇവിടെയായിരുന്നു നമ്മൾ വാഹനമിട്ട് കിടന്നത്. രാവിലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ പാചകം ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എണ്ണയടിച്ച് ഈ കാണുന്ന പമ്പിൽ നിന്ന് ഇന്നലെ 5 പമ്പ് മാറിയിട്ടാണ് നല്ലൊരു ടോയ്ലറ്റ് ഉള്ള ഒരു പമ്പ് കിട്ടിയത്. എന്തായാലും ഫൈനലി നമ്മൾ ഇവിടുന്ന് യാത്ര മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അതേപോലെ തന്നെ രാവിലെ നമ്മൾ 5500 രൂപയുടെ എണ്ണ, പകുതി ടാങ്ക് എണ്ണ ഉണ്ടായിരുന്നു. 5500 രൂപയുടെ എണ്ണ, 59 ലിറ്റർ എണ്ണ നമ്മൾ രാവിലെ അടിച്ചു. ഇവിടെ 94 രൂപയല്ലേ ലിറ്ററിന്? ഇവിടെ വില കുറവാ. അവിടെ 95, ഇവിടെ 94 ഉള്ളൂ. 1 രൂപ ഇവിടെ കുറവാ. ഇവിടെ 1 രൂപ കുറവാ. അപ്പുറം 95. ഗൈസ് നോക്കൂ, അങ്ങനെ എണ്ണയടിച്ച പമ്പിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഈ തൊട്ട് സൈഡിൽ കാണുന്ന വെസ്റ്റ് ബംഗാൾ വണ്ടി നമ്മളെപ്പോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്നവരാട്ടോ. അല്ല, പിന്നെ നമുക്ക് അപ്പുറത്തോട്ടല്ലേ പോണ്ടേ? 2 മാപ്പ് വെച്ചില്ല, ചൈനയും ഗൂഗിളും വെച്ചില്ലേ? അത് ഞാനേ ഇന്നലെ ഉറക്കമായിരുന്നു, അറിഞ്ഞിട്ട് പോലും ഇല്ല എങ്ങോട്ടാ വന്നേന്നുള്ള. കാണുന്ന ഗൂഗിൾ മാപ്പ് ചില സമയങ്ങളിൽ ചതിക്കുന്നു. എന്നാൽ ഇങ്ങോട്ട് നോക്കൂ, ഇപ്പം ഈ കാണുന്നത് ചൈനീസ് മാപ്പ്. ഇതിന്റെ അകത്ത് നേരെ നമ്മൾ പോകുന്ന വഴി സംഭവങ്ങളെല്ലാം ഉണ്ട്. അതുകൂടാതെ നമ്മൾ ട്രെയിനിങ്ങിൽ തിരിക്കാനകത്തുള്ള സംവിധാനങ്ങൾ. ഇതാണ് ആ ഒരു ക്രോസ് റോഡ് വരുന്നതിന് സിഗ്നൽ കാണുന്ന സംഭവമാണ് ആ കാണുന്നത്. അപ്പം ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ യാത്ര. പണ്ട് ഞങ്ങൾ ഈ ആൻഡെക്സ് ഉപയോഗിക്കായിരുന്നു, 2GS ഉപയോഗിക്കായിരുന്നു. പിന്നെ അതുകൂടാതെ വേറെ ഏതെന്നില്ല. പിന്നെ ഗൈസ്, അതായത് നമ്മളീ പോകുന്ന വഴി എന്ന് വെച്ചാൽ 2 വരി പാതയാട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഹൈവേ എന്ന് പറഞ്ഞ സംഭവം കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഇതുണ്ട് ക്രോസ് ജംഗ്ഷൻ വന്നുണ്ടോ? അതാണ് ഈ മാപ്പ് ഇങ്ങനെ കാണിച്ചാക്കുന്നത്. പക്ക വനപ്രദേശമാണ്. ആൻഡ്രും ചങ്കരാതിക്കും കുറച്ച് ഗ്രാമങ്ങൾ വരുമെന്നല്ലാതെ അങ്ങനെ എപ്പോഴും ഗ്രാമങ്ങളൊന്നുമില്ല. ഫുൾ ഇതേപോലെയുള്ള കാടും സംവിധാനങ്ങളും കാര്യങ്ങളും മാത്രം കേട്ടോ. ഭയങ്കര പ്രത്യേക രസമാണ്, നല്ല തണുപ്പും. അതായത് ഉണ്ടല്ലോ, ഇന്നലെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴയും സംഭവങ്ങളൊക്കെ കിട്ടി. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഇന്നൊരു ചൂട് നിറഞ്ഞ കാലാവസ്ഥ അല്ല ലിബിയ? അതെ, ഇന്നലെ നമ്മൾ ഫോറസ്റ്റ് കൂടി ഇറങ്ങി തന്നാണ് മഴ കിട്ടിയത്. ഫോറസ്റ്റ് അല്ലല്ലോ, കൂടുതലും ഉണ്ടല്ലോടാ. ഇവിടെ ആൾക്കാർ ഉപയോഗിക്കുന്നതും ഈ റോഡ് ഉപയോഗിക്കുന്നതും ലോറിക്കാരാ. ഇവിടെ നോൺ ടോൾ റോഡായിരിക്കും. ഇത് കൂട്ടം അല്ലാതെ വേറെ ടോളുള്ള റോഡ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. 2 വണ്ടിക്ക് കഷ്ടി പോകാനേ ഉള്ളൂ കേട്ടോ. വലിയ വലിപ്പവും സംഭവമൊന്നുമില്ല. 2 വണ്ടിക്ക് കഷ്ടി പോവാം. സൈഡിൽ കാണുന്ന ഈ റിവറാണ് ടെൽ റിവർ കേട്ടോ. അതായത് ഒഡീഷയിലുള്ള ടെൽ റിവറിനോട് ചേർന്നുള്ള ഈ ഒരു പാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തോട് ചേർന്ന് തന്നെ റിസർവറും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒഡീഷയുടെ വൈദ്യുതി ലഭിക്കുന്ന മറ്റൊരു ഏരിയ ആണെന്നുള്ളതും നമുക്ക് മനസ്സിലായി. ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ടെൽ റിവർ. ഗൈസ്, അങ്ങനെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, താങ്ക് യു ഫോർ വിസിറ്റിംഗ് കലഹകണ്ടി. അപ്പം കലഹകണ്ടിയിൽ നിന്ന് നമ്മൾ നേരെ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇവർ ഏറ്റവും വലിയ ടൗൺ ഉണ്ടല്ലോ ഒഡീഷയുടെ, ഭുവനേശ്വർ. പാട്ന മറ്റേ ഇന്ത്യ. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പോലെ തന്നെ ഗ്രാമസഭ പോലീസ് ഇവിടെ ചെക്കിങ്ങിന് പിടിക്കാ ചീട്ടുകളി ഉണ്ടായിരുന്നു അവിടെ. അതേപോലെ തന്നെ അവിടെ ഗ്രാമസഭ ഉണ്ടായിരുന്നു. ഒന്നും നമുക്ക് പറഞ്ഞപ്പോൾ തന്നെ അവിടെ പോലീസായിപ്പോയി. കാരണം അവന്മാർ വെറുതെ പിടിച്ച് നമ്മളെ ചൊറിയും. അതുകൊണ്ടാട്ടോ. അതായത് ഈ ഇത്രയും നേരം നമ്മൾ ഓടി വന്നില്ലേ, അത്രയും നേരത്തെ ഗ്രാമങ്ങളുടെ ഏക ടൗൺ ആയി കാണുന്നത്. പിന്നെ ഗൈസ്, ഫൈനലി നമ്മളങ്ങനെ ഒരു സ്ഥലത്ത് വാഹനം നിർത്താൻ പോവാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, കൊച്ചിന് പാലില്ല, അപ്പോൾ പാല് വേണം. അതുപോലെ തന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒതുക്കി നിർത്തലും ഒരു സർക്കസ് പിടിച്ച പരിപാടിയാണ്. എങ്ങനെ ഞങ്ങളിവിടെ പാലുണ്ട് എന്ന് മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ, ഈ കാണുന്ന സ്ഥാനത്തിലാണ് ദൂത്. ഇനി ഒരു സന്തോഷ വാർത്തയുണ്ട്, ഇവിടെ പാലില്ല.
ദൂത് നെയ്യ് ഇല്ല. കുക്കർ കണ്ടിട്ടാണ് പാലാന്ന് വിചാരിച്ചത്. നീയും അത് തന്നെയല്ലേ? ഞാനും ചോദിച്ചൊന്ന്, ഇല്ലെന്ന് പറഞ്ഞു. സന്തോഷത്തോടെ ഇങ്ങ് തിരിച്ചു വന്നു. പിന്നെ എനിക്കൊരു ദുഃഖം ഉണ്ടായിരുന്നു, ഞാൻ മാത്രം ഇറങ്ങി മുഞ്ചിന്നുള്ളത്. നീ ഇങ്ങോട്ട് ഇറങ്ങിയല്ലോ, അത് മതി. അതായത് നമ്മൾ പാല് മേടിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. പക്ഷെ അത് അമ്പേ പരാജയപ്പെട്ടു അല്ലടാ ലിബിയ. അതായത് അവിടെ പാലില്ല. ഇതാ ചായക്കട. ഇത് ചായക്കട തന്നെ. കുൽഫി കാ ദുകാൻ ഹൈ नहीं है बेटा, इधर दूध मिलेगा, खाना मिलेगा, सब कुछ मिलेगा. അത് പാലില്ല, 100% ഉറപ്പല്ലേ? എബിനെ, ഇപ്പൊ തന്നെ നമുക്ക് കൊച്ചിന് പാല് മേടിച്ചു. കൊച്ചു ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ കൊച്ചു പട്ടിണിയായി പോകും. മേടിക്കാം ഗൈസ്. അതായത് ഫൈനലി നമ്മൾ അങ്ങനെ ഒരു കട കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് കട. ഈ കടയിൽ 30 രൂപയ്ക്ക് ഒരു കുടം പാൽ. ഇവിടെ പല ടൈപ്പ് മോപ്പുണ്ട്. വാ, വണ്ടി കഴുകാൻ വേണ്ടി നമുക്ക് മോപ്പില്ലാതിരിക്കുന്നുണ്ട്. ഏതൊരു മോപ്പില്ല, ഞാൻ മാപ്പ് പറയും. ഇല്ല, ഒന്നുമില്ല. നമ്മളൊക്കെ ഇത് എന്തോ കളിച്ചോ. വാക്മാന്റെ കാലത്ത് ചീട്ടാട്ടോ നോക്കിയേ. എന്നാ സ്പീഡിൽ എടുത്ത് നോക്കിയേ. ഡോങ്കി ഡോങ്കി പ്ലേ റമ്മി. ഓ റമ്മിയെ ഒന്നും വേണ്ട. ഓ ലേലം. ലേലത്തിന് ഹിന്ദി പറയാ. नाम का गेम का नाम क्या है? 21. നിങ്ങൾക്ക് കളിക്കാനൊന്നും അറിയത്തില്ല. ഞങ്ങളെ പറ്റി ജീവിക്കുന്ന എന്ത് രസമല്ലേ. നമ്മുടെ നാട്ടിൽ ഇപ്പം ചീട്ട് കളിച്ച് പിടിച്ചോണ്ട് പോയത് പബ്ലിക്കായിട്ട്. പൈസ ഇല്ലാതെ കളിക്കുന്ന. പൈസ ഇതൊരു മന്ദിര. ഇതൊക്കെ അവിടെ ഒരു ചെറിയ മന്ദിരം നോക്കിയേ. ഒരു ബിൽഡിങ്ങിനോട് ചേർന്നൊരു മന്ദിർ. एक कौन है एक दुकान का? एक ये छोटा वाला एक देखने के लिए. उल्ली तो नौ दे रहे ना. ओ सॉरी भैया, सॉरी. ये वाला हाँ. वो कितना है? 150. 1500 രൂപ. 1500. ഗൈസ് നോക്കൂ, ഫൈനലി ദീപചേട്ടൻ ഒരു കിടക്കയും കിടക്കാനായിട്ട് കിടക്കും മേടിച്ചു. എന്തിനാ ദീപചേട്ടനെ ശരിയാണ്. ദീപചേട്ടൻ മേളില് അമിത്തിന്റെ കൂട്ടത്തിലാണ് കിടക്കുന്നത്. പക്ഷെ ഇത് എന്തിനാന്ന് ചോദിച്ചാൽ കൂർക്കമ്പലി കാരണം പറ്റുന്നില്ലെന്ന് പറഞ്ഞു ഇറക്കി വിട്ടില്ലേ. എന്നാ പില്ലോ തലേ വെക്കാൻ. നീ എന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നല്ല നിന്നിലും പ്രായത്തിൽ മൂത്ത് നിന്റെ വല്യപ്പന്റെ പ്രായമുണ്ട്, മനസ്സിലായോ? തോമാസിനെയാണ് കൂർത്തി വന്നത് പുള്ളി. എന്തായാലും ഫൈനലി നമ്മള് ചായ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എൻ്റെ അപ്പൻ അവിടെ ഇരുന്നു പപ്പ എഴുതിക്കുന്നില്ല. ആസാമിലും ഒറീസയിലും ജാർഖണ്ഡിലും ഇവിടെയൊക്കെ ഉണ്ടല്ലോ 5-6 വർഷം മുമ്പേ വന്ന ഈ സാധനം. 4-5 വർഷം മുമ്പ് എന്തായാലും വന്ന. ഇപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഈ സാധനം വരുന്നത്. ഇത് ഓടിച്ചാണല്ലോ മുതലാളിക്ക് ലാഭം. ഇത് ഓടിച്ചാൽ മുതലാളിക്ക് ലാഭം, മറ്റേതൊക്കെ ഓടിച്ചാൽ മുതലാളിക്ക് ശാപം. അല്ല ഇതേപോലെ നടക്കേണ്ടി വരും. ഗൈസ് ഞങ്ങളെ ഒരു സ്പ്രേ പെയിന്റ് മേടിക്കാൻ വേണ്ടി നടക്കാം. ഒരിക്കലും വൈറ്റ് കിട്ടില്ല. ബ്ലാക്ക് കിട്ടും, റെഡ് കിട്ടും, ബ്ലൂ കിട്ടും. വൈറ്റ് ആവശ്യമായിട്ട് വരൂല. നിനക്ക് കിട്ടത്തില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ബ്രഷും മറ്റേ ഇത് ബേസ്മെന്റിൽ പെയിന്റും വേണ്ടി ചോദിച്ചാലോ? അല്ല, ആദ്യം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഫൈനലി പാല് മേടിച്ചു, കിടക്ക മേടിച്ചു, കിടപ്പാടം മേടിച്ചു. ആ ചീട്ടുകളെയും കുളവാക്കി, ആ കളവ് ഞങ്ങൾ ഒഴിവാക്കി. ആ കടയിൽ നിന്ന് എല്ലാവരും പിരിച്ചും വിട്ടു. ഗൈസ് സത്യം പറഞ്ഞാണല്ലോ, ഒറീസയിലെ പോസ്റ്റിൽ ഇപ്പോഴും +1 LED ലൈറ്റുകൾ, ഇത് +2 കഴിഞ്ഞാൽ ഇന്ന വിദ്യാഭ്യാസ സംഭവങ്ങൾ എന്നൊക്കെ ഒരു 1 വർഷം മുമ്പൊക്കെ നമ്മുടെ നാട്ടിലെ പോസ്റ്റിൽ ഇതായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. പൈസ എങ്ങനെ കളയാം, അതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കേട്ടോ. നമ്മളങ്ങനെ പാലും കാര്യങ്ങളൊക്കെ കൊച്ചിന് മേടിച്ച് നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഹൈവേ ആണ്. പക്ഷേ ഈ ഉടനെ ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എത്ര ദിവസം ഹൈവേ കണ്ടിട്ട് സത്യം അയ്യോ ഗൈസ് എത്ര നേരമായെന്നറിയോ നമ്മൾ ഈ സിംഗിൾ ലൈൻ വഴി കൂടെ പോകുന്നത്. എത്ര നേരമെന്നറിയോ നമ്മൾ, എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ ആണോ? हाँ इधर वड़ा ये क्या है? स्वीट है। ये समोसा वेज है? वेज समोसा अंदर में चिकन है? चिकन नहीं है, वेज है। सादा है वेज है। बिना प्याज लहसुन है। एक एक दे दो। प्लेट प्लेट है 3 रुपया। 3 रुपया 3 डो 20 रुपया 20 रुपया। हाँ മൂന്നെണ്ണത്തിന് 20 രൂപ. 3 दे दो। इसको 20 रुपया। हाँ മൂന്നെണ്ണം दे दो। वो सब कुछ डालो का दे दो. പോകുന്ന വഴി കണ്ട എൻ്റെ പുത്രൻ്റെ ചിരി നോക്കിയേ. എന്നാൽ കഴിക്കുമെങ്കിൽ വേണ്ടില്ല. കഴിക്കുവോ? ചക്കര കഴിക്കുവോ?
കളയല്ലേ लो सर കഴിച്ചോ പിടിച്ചോ പിടിച്ചോ. ആ പെട്ടില്ലേ ഞാൻ എല്ലാം ഇട്ടിട്ട് തരാൻ പോണ. അഭിരാമിക്കത് അതില്ല. അഭിരാമിക്ക് खाता है കട്ടായ ഇത് മുളകും കിട്ടും അതിന്റെ കൂടുതൽ 20 രൂപ കുറച്ച് കട്ടാകാം. मिलेगा ആ കഴിക്കുന്നുണ്ട് കേട്ടോ. വാവ്. എങ്ങനെയുണ്ട് അമ്മയ്ക്ക് എന്നാ വേണ്ടേ? പപ്പയ്ക്ക് വേണ്ട. ഗൈസ് ഒറീസയിലെ ഉൾഗ്രാമങ്ങളിലെ ബാർബർ ഷോപ്പുകൾ ഇങ്ങനെയാണ് കേട്ടോ. എന്താ അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ കയറുമോ? ഒരിക്കലും ഇല്ല. ഇത് ഇവിടെ 30-40 രൂപയുള്ളൂ മുടി വെട്ടുന്നതിന്. ഇത് സ്വീറ്റ്സ് വിൽക്കുന്ന കടയാട്ടോ. അതായത് ഇവിടെ വെട്ട് കേക്ക്, പിന്നെ ഇങ്ങനെ റൗണ്ട് ഇരിക്കുന്ന സാധനം, സമൂസ ഏക്കായ കിടിലും വെട്ടുവെക്ക് വെച്ചാൽ കിടിലും വെട്ടുവെക്ക്. എൻ്റെ അത് നല്ല പണിസാരേൻ്റെ അത് മുക്കി മുട്ട ചേർത്തിട്ടുണ്ട്. എന്നാ ചോദിച്ചോട്ടോ ഉറങ്ങി കഴിച്ചു. എങ്ങനെയുണ്ട്? മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. നല്ല മഴ. ഇന്ന് മഴ പെയ്ത ഞാൻ ഈ മഴയത്ത് ഇറങ്ങി കുളിക്കും. ദീപിച്ചേട്ടോ നല്ല ശക്തമായ രീതിയിൽ, അതായത് ഇപ്പൊ നമ്മൾ ഒഡീഷ തീരത്തിന്റെ ഒരു 500 കിലോമീറ്റർ ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ആ ഇപ്പം പെയ്യും കണ്ടോ. ഒരു 1.5 കഴിയുമ്പം ഒരു 1.5 പെയ്ത്തായിരിക്കും കേട്ടോ. ഞാൻ കുളിക്കും കേട്ടോ. ഞാൻ കുളിക്കും. നല്ല കേടിലൻ നല്ല വെയിലും സംഭവമൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒറ്റയടിക്ക് ഇരുട്ടായിട്ടോ. കാര്യം എന്താണെന്നറിയാവനെ? ഫോറസ്റ്റ് എത്തിയില്ലേ? ഫോറസ്റ്റ് എത്തി കഴിയുമ്പോൾ ഉറപ്പായിട്ട് മഴ ഉണ്ടാവും. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഫോറസ്റ്റിൽ കൂടെ തന്നെയാ യാത്ര ചെയ്യുന്നത്. ഇനി ഒരു 91 കിലോമീറ്റർ കഴിഞ്ഞാലേ നമുക്കൊരു ഹൈവേ കിട്ടുള്ളൂ തോന്നുന്നു. നല്ല ചേട്ടാ സത്യം കേട്ടോ. തനതായ രീതിയിലുള്ള ഒരു ഒഡീഷ്യൻ വീട് കേട്ടോ. പഴയതാന്ന് തോന്നുന്നു. അതുപോലത്തെ ബാമ്പു കർട്ടനൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ജംഗ്ഷൻ അടി മാറ്റുണ്ട്. ടാർപ്പായോണ്ടൊക്കെയാണ് അവർ മേൽക്കൂര ജംഗ്ഷനാ ജംഗ്ഷനാ. മരൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. എടി ഇന്നലെ നമ്മൾ കണ്ടില്ലേ, അതായത് അവിടുത്തെ ശക്തമായ മഴ. ആ മഴ എന്നൊക്കെ പറഞ്ഞല്ലോ കേട്ടോ. കാറ്റ് എന്നാ കാറ്റാന്ന് നോക്കിയവന്. എടാ ഒഡീഷ തീരത്തെ നല്ല രീതിയിലുള്ള കാലാവസ്ഥ വ്യതിയാനം ഉണ്ടെന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. ന്യൂനമർദ്ദം എനിക്ക് തോന്നുന്നത് നമ്മള് പിങ്ങി പോകുന്നുണ്ടല്ലോ ഈ മഴയത്ത്. റിസ്ക് പിടിച്ചിട്ടാട്ടോ നമ്മള് പോകുന്നത്. പിന്നെ ഈ റൂട്ടിൽ കൂടെ ഇല്ലേ നമ്മൾ പോകുമ്പോ ന്യൂനമർദ്ദം ഉള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര കാറ്റായിരിക്കും കേട്ടോ. കാര്യങ്ങളൊക്കെ പോയിട്ട് ഇങ്ങോട്ട് കടന്നു. ആരെ അഭിരാമിയുടെ ആണോ അല്ല ടവറിന്റെ ആണോ? ഗൈസ് നോക്കൂ, നമ്മളീ പോകുന്ന റോഡിലെ ഇതേപോലെ ഇഷ്ടം പോലെ ട്രക്ക് പാർക്കിംഗ് ഉണ്ട് കേട്ടോ. 1-2 ഒന്നുമല്ല, ഇഷ്ടം പോലെ ഇതുപോലെ ബാത്റൂം ഫെസിലിറ്റി, ട്രക്ക് പാർക്കിങ്. ഇതൊക്കെ നമ്മൾ അന്യ സംസ്ഥാനത്തോട് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണാൻ വേണ്ടി പറ്റും. ഏറ്റവും കൂടുതൽ മലേഷ്യയിലും തായ്ലൻഡ് ഇത് കാണാൻ പറ്റുന്നത് NH 26 ഇത്. അതിനോട് ചേർന്ന് പാർക്കും സംവിധാനങ്ങളും കാര്യങ്ങളും വേറെ. പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. ഇവിടെ ചിലപ്പോൾ ഉച്ചവരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടായിരിക്കും അറിയാവോ? മഴയുള്ള കാരണമായിരിക്കും. അതല്ല നമ്മുടെ നാട്ടിലെ പോലെ ഇവർക്കും ചിലപ്പോൾ മറ്റേ റെഡ് അലേർട്ട് യെല്ലോ അലേർട്ടൊക്കെ ഉണ്ടാവും. നേരത്തെ പിള്ളേരെ വിട്ടായിരിക്കും. അതെ, വേറെ കാര്യമുണ്ട്. ഇവിടെയാണ് ഈ മറ്റേ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചാക്കുന്നത്. ഈ റെഡ് അലേർട്ടിന്റെ ഒക്കെ ഇതില്ലേ സിഗ്നലുകള്, അത് ഇവിടെ കൊണ്ടുവച്ചാക്കുന്നത്. ഇപ്പം വയനാട് നമ്മുടെ വരുന്നുണ്ട്. അവിടെ പെട്ടെന്ന് അറിയാൻ വേണ്ടി പറ്റും അത്. ഗൈസ് അതേപ്പാ സബ്ജി ബനായേക്കാ. മട്ടർ ഇട്ട് സബ്ജി വെക്കുന്ന സാധനം അല്ല. ഇത്രയും പേര് ഇവിടെ വിൽക്കുമല്ലോ. खाना नो प्रॉब्लम. मर जाए नहीं है नहीं. ये आदमी पकड़ेगा. हाँ പുള്ളി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ കിതനായേ 500 रुपया. हाँ दे दो. അല്ല ഇത് വേറെ എന്താ സാധനം? दे दो 100 रुपये का. 100 रुपये का അല്ലെന്നേ ഇവര് മേടിക്കുന്നുണ്ടല്ലോ. തിന്നെ ഇതല്ലേ പുള്ളി മേടിച്ചോണ്ട് പോയി. അതെ മരക്കൂണ ഇത് വേണോ? नहीं बोलेगा. वो प्रॉब्लम नहीं. वो दे दो. ये कितने है? 50 रुपये का किलो. 1 kg दे दो. ഗൈസ് ഇത് മരത്തിലുണ്ടാകുന്ന കൂണാണോ എന്ന് സംശയം ഉണ്ട്. നമ്മൾ प्लेट दे दो. എന്നാ സംഭവം. അപ്പൊ ഇത് നല്ല കൂണായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ല പപ്പേ കൂൺ അങ്ങോട്ട് മെഴുക്കോട്ട് തേങ്ങ അങ്ങോട്ട് വെച്ചിട്ട് ജീരകം വെച്ച് മെഴുക്കോട്ട് വെച്ചാണല്ലോ. നല്ലതായിരുന്നു. മമ്മി ഇത് മരക്കൂണ കൊള്ളൂലെന്നൊക്കെയാ പറയുന്നത്. ആന്നോ?
ദീപുചാന് കൂൺ കൃഷി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മള് യാത്രയിലോ വല്ല വന്നു കഴിഞ്ഞാലോ നമ്മൾ അപ്പുറത്തെ വഴിക്ക് പോവാ. അല്ലേ? ഇത് സ്കൂളാന്ന് തോന്നുന്നു കേട്ടോ. ഇത് സ്കൂളാ, ഇത് UP സ്കൂള്. അതെ, ഓ അതന്നെ, ഇതാ ഹയർ സെക്കൻഡറി അല്ല UP സ്കൂൾ. ഇതേ സ്കൂള്. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇങ്ങനെ ഒരു സഹകരണം കണ്ടിട്ടില്ല കേട്ടോ. അവർ പോട്ടെ ഇവനെ അവരെങ്ങോട്ടായിരുന്നു? മുനിസിപ്പാലിറ്റിക്കായിരുന്നു. അത് ഇങ്ങനത്തെ ഒരു ഏണിയും ഞാൻ കണ്ടിട്ടില്ല. ഒരെണ്ണം ഇങ്ങോട്ട് കാണിക്കുന്നു, ഒരെണ്ണം അങ്ങോട്ട് കാണിക്കുന്നു. എങ്ങോട്ട് പോകണം? ചൈനനെ വിശ്വസിക്കണോ അമേരിക്കനെ വിശ്വസിക്കണോ? നമുക്ക് തൽക്കാലം ചൈനീസ് ഭക്ഷണം ചേരാം. ദൈവമേ, ഇത് 57 കിലോമീറ്റർ ഈ വഴിയാ ഗൈസ്. ഈ പോകുന്ന റൂട്ട് ഭുവനേശ്വർ റൂട്ടാട്ടോ. പക്ഷെ റായ്പൂർ അങ്ങനെ കുറെ വഴികളിലേക്കുള്ള റൂട്ടാണ്. ഇവിടുന്ന് ഭുവനേശ്വരിൽ 300 സംതിങ് കിലോമീറ്റർ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു പവർ ഇല്ല. അതെ, NH എന്ന് പറഞ്ഞിട്ട് NH-ന്റേതായ ഒരു പവർ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലെ ലോക്കൽ റോഡിന്റെ അതേ ഒരു പവർ അല്ല. ഇപ്പം വേണത് MH അടിച്ചു പോയൊരു പവർ ഉണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കുകയാണ്. ഡ്രൈവർ മാറി, ഡ്രൈവർ കയറാൻ പോവാണ്. ഡ്രൈവർ കുഞ്ഞപ്പൻ ഇവനെ ഓടിച്ചോളൂലേ? എങ്ങനെ ഓടിക്കും? തുജ വണ്ടി ലിവിന്റെ അംഗമാണ് കാണാൻ പോകുന്നത്. ലിബി ഇപ്പൊ കയറുവാ. എന്നെ അവരാവി ഞാൻ ഇരിക്കാൻ സഹായിച്ചു തന്നല്ലേ. അല്ല, ഒന്നും ഇട്ടിട്ടില്ലേ? ഇല്ല. എടുക്കാം. വലിച്ചു പറിച്ച് കൊണ്ടുപോവോ? ആരോ പറഞ്ഞു ഈ സാധനം നമുക്ക് ഇട്ടിട്ട് പോയേക്കാം അല്ലേ. എടാ ലിവിനെ, ഏതാണ്ട് 67 കിലോമീറ്റർ ഇങ്ങനത്തെ റോഡാട്ടോ. ഞാനൊരു 100 കിലോമീറ്റർ ഓടിക്കാൻ തന്നെ ഓർക്കുന്നത്. ആദ്യം മര്യാദക്ക് സീറ്റ് ബെൽറ്റ് ഇടും. 100 കിലോമീറ്റർ ഓടിക്കോ? ഉച്ചക്ക് ഭക്ഷണമില്ലപ്പാ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ആ, ലിവിൻ ഇതാ എടുക്കാൻ പോകുന്നു. एक गाड़ी उधर जाएगा, गाड़ी पास करेगा, गाड़ी रन करेगा. क्या है? गाड़ी रन करेगा. हाँ, बोलो एक बार बोलो. നീ ഇത് റൺ കരയോ? പോട്ടെ, നിങ്ങൾ ഇത് കാണുക. ഇതാണ് നിമിഷം. സെക്കൻഡ് ഗിയറിലേക്ക് പോയിരിക്കുന്നു. സെക്കൻഡ് ഗിയർ. സെക്കൻഡ് ഗിയർ പോട്ടെ, വണ്ടി പോട്ടെ. ഈ ലിവിനോടൊന്നും പറഞ്ഞു കൊടുക്കണല്ലേ, ലിവിൻ വണ്ടി ഓടിച്ചോളും. അതാണ് തേർഡ് ഗിയറിലേക്ക് വീണിരിക്കുന്നു. ഈ ഗിയർ തന്നെ വെച്ച് പിടിച്ചോളാം. നമ്മുടെ ചെറുക്കൻ ലിവിനാണ് വണ്ടി ഓടിക്കുന്നത്. ഈ ഫ്രണ്ടിലേക്കുണ്ടല്ലോ മൊത്തം ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ച് പോകുന്ന റൂട്ടാട്ടോ. പക്ക ബൈക്ക് സൈക്കിളോ അതാണ് നോക്കി ഓടിക്കണം. ഇങ്ങോട്ടും ആൾക്കാർ കയറി വരുവാ. ഞാൻ പഠിച്ചു തുടങ്ങുവാന്ന് ഇവർക്ക് അറിയത്തില്ലല്ലോ. ഇവര് വിചാരം എക്സ്പീരിയൻസ് ആണ്. അന്നത്തേക്ക് അവിടുന്ന് മറികട ക്ലാസ്സിനോട് ഇതെന്നാ തോട്ടിയോ? ഇതെന്നാ തോട്ടിയൊക്കെ വലിച്ചോണ്ട് പോകുന്നു. ഫ്രണ്ട് ഗ്ലാസ് മൊത്തം വെള്ളം. വൈപ്പർ ഇടാൻ പറഞ്ഞു. അതൊന്നും വേണ്ട, എനിക്ക് നന്നായിട്ട് കാണാൻ. സത്യം അല്ല, എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവന് വൈപ്പറിന്റെ സ്വിച്ച് എവിടെയാന്ന് അറിയത്തില്ല. ഇതിട്ടില്ല ദീപു ചേട്ടൻ ഈ വണ്ടി ആദ്യമായിട്ട് കോഴിക്കോട് നിർത്ത പോലെയാ. ഫുള്ള് വെള്ളം. പക്ഷെ ദൈവം ദീപു ചേട്ടൻ വൈപ്പർ ഇട്ടില്ല. സ്വിച്ച് അറിയട്ടെ, എന്നാലല്ലേ ഇത് ഇടാൻ പറ്റൂ. ബ്രേക്ക് ആക്സിഡന്റും ഇങ്ങനെ കുറച്ച് സാധനങ്ങളെ വേണ്ടു. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇവരിയ്ക്കുന്നത് കേട്ടോ, ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ആ ഫസ്റ്റ് വണ്ടി എടുത്ത് തുടങ്ങിയപ്പോണ്ടല്ലോ, സീറ്റ് കയറ്റിട്ട് ഓടിച്ചപ്പോഴും ഇങ്ങനെ ഇരുന്ന് ഓടിച്ചപ്പോഴൊക്കെ ഉണ്ടല്ലോ, എന്നെ കളിയാക്കാനായിട്ടുണ്ടല്ലോ ഇവരായിരുന്നു മുൻപന്തിലുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോഴുണ്ടല്ലോ നീ ഭാഷയ്ക്ക് പഠിച്ചല്ലോ. നീ എന്നെ പറയുമ്പോഴല്ലേ ഞാൻ ഭാഷയ്ക്ക് പഠിക്കുക. ഇപ്പൊ അഭിരാമിയോട് ഇപ്പം പറയാണ്, അഭിരാമി നീ സൂപ്പറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിരാമി ഓടിക്കുമല്ലോ. അപ്പൊ അഭിരാമി എന്നെ കളിയാക്കുന്ന കാരണമല്ലേ ഞാനിപ്പോ വണ്ടി ഓടിക്കാം. നിന്നെക്കാളും നന്നായിട്ട് എനിക്ക് ഓടിക്കണം തോന്നും. അത് കാരണം ഞാൻ പെട്ടെന്ന് ഓടിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ കഷ്ടപ്പാടിനൊടുവിൽ അങ്ങനെ 4 വരിപ്പാത കിട്ടിയിരിക്കുകയാണ്. ഈ ടോള് ഉണ്ടല്ലോ പിരിച്ചു തുടങ്ങിയിട്ടില്ല. വരുന്നുള്ളൂ കേട്ടോ. അതെ, ആ ഒരു വേ മാത്രമേ ഉള്ളൂ പോവാനായിട്ട്. ആ വഴി മാത്രമേ ഉള്ളൂ. ഒക്കെ രാത്രിയിൽ ആക്റ്റീവ് ആകുന്ന ധാബകളാ കേട്ടോ. ഇപ്പം വലിയ വണ്ടികളില്ല. രാത്രിയിലെ വണ്ടി നിർത്താനും കുളിക്കാനും തുണി കഴുകാനും എല്ലാവരും പാർക്കിങ്ങിനും ഉറങ്ങാനും എല്ലാം ധാബേന്റെ അകത്ത് കയറും. രാത്രി വന്ന് വണ്ടി ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാവിലെ എഴുന്നേക്കാ, കുളിക്കാ, ഭക്ഷണം വെക്കാൻ പോവാ. അമ്പോ ഇഷ്ടപ്പെട്ടോ? ഇത് നോക്കിയാ മൈക്കിളിന് അപ്പനൊരു വെട്ടുകേക്ക് കൊടുത്തു കേട്ടോ. ഇഷ്ടപ്പെട്ട മൈക്കിൾ ഇപ്പൊ ഉറക്കം കഴിഞ്ഞാൽ എണീറ്റുള്ളൂ. ലിബിന്റെ അതായത്
അതായത് ലിവിന്റെ സ്മൂത്ത് ഓടിയിലായതുകൊണ്ട് എല്ലാരും ഉറങ്ങിപ്പോയിട്ടോ. ദീപു ചേട്ടൻ അവിടെ പോയി ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക പെട്ടി കിടന്ന്. മോനെ കൈ പിടിക്കാൻ നല്ലത്. ഞം ഞം ഞം. കുഴപ്പമൊന്നുമില്ല, അവൻ കഴിക്കും. മധുരമുണ്ടല്ലോ, കഴിക്കൂടാ. അങ്ങനെ ഡ്രൈവർ മാറി അഭിരാമി കയറി. 25 kilometer in continuing 100 kilometer running in the vehicle in the Libin. ഓക്കെ, ആരും പൊക്കി പറയാനില്ല, ഞാൻ തന്നെ പൊക്കി പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി ലിബിനെ മാറ്റിയിട്ട് ലിബി ഏകദേശം ഒരു 27 കിലോമീറ്റർ അടുത്ത് ലിബി ഓടിച്ചായിരുന്നു. ഇന്നിപ്പോ ഞാൻ ഒരു 20 കിലോമീറ്റർ ആകുമ്പോൾ തിരിച്ച് ലിബിക്ക്. അഭിരാമി, നമ്മൾ ഓടിക്കുമ്പോൾ മാത്രം ആരും ഉറങ്ങൂല, പേടിച്ചിട്ട് ഫ്രണ്ട് വന്ന് നോക്കിയിരിക്കും. ഞാനും എന്റെ മോനും 5 രൂപയുടെ ഒരു കുറുക്കുറേ, രണ്ടുപേരും തമ്മിൽ അടിയാ. മോനെടുത്തോ, ഇന്ത്യയിലൊക്കെ പറഞ്ഞോ, പറഞ്ഞോ, പറയടാ. എന്നാ കുറുക്കുറ കഴിച്ചോ. വേണ്ടേ? എങ്ങനെയുണ്ട് ഇപ്പൊ? ഏലായോ? അഭിരാമിക്ക് കാർ ഓടിക്കാറിയെന്നാണ് എങ്ങനെയുണ്ട്? വലിയ പേടിയൊന്നും തോന്നുന്നില്ല. ആദ്യം എടുത്തപ്പോ നല്ല പേടി തോന്നുന്നു. സ്പീഡ് കുറച്ച് ഏലായോ പതിയെ പോകുന്നുള്ളോ? അറിയാലോ, പതിയെ പോകുള്ളൂ. ഞാൻ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ നമ്മൾ എവിടേക്കാ പോണേന്ന് ചോദിച്ചാൽ നേപ്പാൾ. അതാണല്ലോ നേപ്പാൾ സിലിഗുരി. ഏറ്റവും ഉത്തരവുള്ള സിലിഗുരിക്കാണ് ഇപ്പൊ പോകുന്നത്. സിലിഗുരി കഴിഞ്ഞപ്പോ നേപ്പാൾ പോകും. നമ്മുടെ മൈക്കിൾ കുട്ടിക്ക് മൈക്ക് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം. ഉടായ്പ തുടങ്ങി കേട്ടാ. എന്നാ ഉള്ളി കുത്താൻ തുടങ്ങി, ഉള്ളി കുത്താൻ വേണ്ടി തുടങ്ങി, മൈക്ക് എടുക്കാൻ വേണ്ടി. സമ്മതിക്കൂല. പത്താനം പറഞ്ഞേ, മുഖമൊക്കെ മാറി തുടങ്ങി കേട്ടോ. പത്താനം പറഞ്ഞേ, പത്താനം പറഞ്ഞേ, പോതാ മുഖമൊക്കെ മാറി. പോതാ. അഭിരാമി നിർത്തിക്കേ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ സാഹചര്യം. ബ്രേക്ക്, ക്ലച്ച് പിടിച്ച് ബ്രേക്ക്, പെതിയെ ക്ലച്ച് പിടിച്ച് ബ്രേക്ക്. അവിടെ നിർത്ത്, വണ്ടി നിർത്തൂ. സെക്കൻഡിലേക്ക് ഇടൂ. സെക്കൻഡിലേക്ക് വണ്ടി വീണു. നമ്മൾ നിർത്തി കൊടുത്ത് നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ പ്രത്യേക കാല് കൊടുത്തെടുത്തോ, നന്നായിട്ട് കാല് കൊടുത്തോ. അത് തന്നെ, അങ്ങനെ തന്നെ. ഓക്കെ, നീ വിജയിച്ചിരിക്കുന്നു. ഗൈസ്, നമുക്ക് നോക്കിയേ, ലിബിൻ വണ്ടി ഓടിച്ചപ്പോ നല്ല ഉറക്കമായിരുന്നു ദീപു ചേട്ടൻ. ഇപ്പൊ എല്ലാരും തിരിച്ചു വന്നു. അഭിരാമി വീണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. അതെ, അഭിരാമി വാഹനം ഓടിച്ചോണ്ടിരിക്കുകയാണ്. അഭിരാമി ഒരു 10-30 കിലോമീറ്റർ 40 കിലോമീറ്റർ ഓടിച്ചു. ഞങ്ങൾ ഇന്നത്തെ പരിപാടി നിർത്തും കേട്ടോ. എന്റെ ടെസ്റ്റിൽ ലിബിൻ പാസ്സായി, ഞാൻ നന്നായിട്ട് ഇറങ്ങി. ഞാൻ ഒന്നുകൂടെ ഇറങ്ങാൻ പോകും. എന്റെ ഉറക്കം ശരിയാണെങ്കിൽ അഭിരാമി പാസ്സാവും, ഇല്ലെങ്കിൽ അഭിരാമി ഫൈൽ. ഫൈനലി മൈക്കിൾ ഭയങ്കര അലമ്പ് നോക്കൂ. അങ്ങനെ എല്ലാവരും വാഹനം ഓടിച്ചു. കുറച്ച് നേരത്തേക്ക് വീണ്ടും എന്റെ കൈകളിൽ തന്നെ സ്കൂൾ വിട്ടുന്ന വിദ്യാർത്ഥികൾ നിൽക്കുന്നു. കേട്ടണോ ലിബിനെ? എവിടെ? ഒന്ന് നിർത്ത. അവർ കൈ ചൂണ്ടിയാ നിർത്തും. ഞാൻ കൈ ചൂണ്ടിയാ നിർത്തും. പക്ഷെ അവർ കൈ ചൂണ്ടിയില്ല. അവർക്ക് ഐഡിയ ഉള്ളവരവരെ, നമ്മളെ പോലെയുള്ള പൊട്ടന്മാരല്ല. അതെ ഗൈസ്, എത്ര ദിവസം കൂടിയാണെന്നറിയാം നമുക്ക് ഇത്ര നല്ലൊരു വഴി കിട്ടുന്നത്. ഇത്രയും ദിവസം സ്റ്റേറ്റ് ഹൈവേയും NH ആയിരുന്നെങ്കിലും അത് 2 വരിയായിരുന്നു. പക്ഷേ എന്നെ പോലെയുള്ള ഡ്രൈവർമാർക്ക് ഈ റോഡ് സൂപ്പറാ. അതെ, ഇതിപ്പോ 4 വരിപ്പാത കിട്ടി. ഒരു 13 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഹൈവേയും ദാബയും കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ 4 വരിക്ക് 6 വരിപ്പാത കിട്ടിയിട്ടാണ് എനിക്ക് ഉറപ്പായിട്ടും വണ്ടി തരണേ. എനിക്കൊരു 500 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ലേശം കുറയോളൂ. ഇല്ല, 500 കിലോമീറ്റർ, ഒരു 400 കുറച്ച് കുറയ്ക്കാവോ? ഈ കാണുന്നത് അരിമില്ലാണോ എന്ന് സംശയമുണ്ട് കേട്ടോ. അത് തന്നെ, അരിമില്ല് തന്നെയാ അല്ലേ? അരിമില്ലാന്ന് തോന്നുന്നു കേട്ടോ. കാരണം നീ കണ്ടില്ല, എന്റെ ഫ്രണ്ട് മൊത്തം കച്ചി. അല്ല, നമ്മൾ വരുന്ന വഴി 2-3 ഉണ്ടായിരുന്നു. നമ്മൾ ഈ പോകുന്ന വഴി മൊത്തം ഇതേപോലത്തെ നെൽകൃഷി, പിന്നെ ചോളം ഉണ്ട് ഇടയ്ക്ക്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ നമ്മൾ അടുത്ത വഴി കയറാൻ വേണ്ടി പോവുകയാണ്. ഇത് നോക്കിയ ഒരു ബസ് ഇത് റൂട്ട് പോകുന്ന എത്ര ടയർന്ന് വെച്ചാ മേളില്. ഇവിടുത്തെ ലോക്കൽ വണ്ടി ആട്ടോ, അതായത് ലോക്കൽ ട്രാൻസ്പോർട്ടാ. ഒരു 4 വരിയിൽ ഇറങ്ങിയിട്ട് പിന്നെ 3-4 ദിവസം പിടിച്ചു 51 കിലോമീറ്റർ ഇതേപോലത്തെ കിടിലൻ റൂട്ടാട്ടോ കാണിക്കുന്നത്. സമാധാനായി. അതെ, നമുക്ക് ഒറീസയുടെ വ്യത്യസ്ത രീതിയിലുള്ള ഗ്രാമങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം
ചെറിയ രീതിയിലുള്ള പട്ടണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഇത് ട്രിപ്പിൾ അടിച്ചു പോകുന്ന യുവാക്കളെ കണ്ടോ? ഇതാണ് ഏഷ്യൻ നേവി. ഇവിടെ നമ്മൾ മലേഷ്യ തൊട്ട് ഇത് തന്നെയാണ് അങ്ങ് തായ്ലൻഡ് വരെ പോകുന്നത്. തായ്ലൻഡ് അല്ല, മലേഷ്യ, കംബോഡിയ, വിയറ്റ്നാം, ലാവോസ്, അങ്ങ് സിംഗപ്പൂർ വരെ പോകുന്ന റോഡാണ് ഈ റോഡ് മൊത്തം ഒരു രാജ്യം ഒഴിച്ചിട്ട് ബാക്കി എല്ലാം ഞങ്ങൾ ഓടിച്ചു. അതായത് മ്യാൻമർ ഒഴിച്ചിട്ട്. ഈ റൂട്ടില് നമ്മൾ മ്യാൻമർ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ 2 സ്ഥലം. സിംഗപ്പൂരും ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ H46 കേട്ടോ. അതിൽ സിംഗപ്പൂർ നമ്മുടെ ക്യാമറമാൻ കയറ്റില്ലായിരുന്നു. അതായത് നമ്മൾ TT നെപ്പോളിയനെയും കൊണ്ട് നമ്മൾ ഈ റൂട്ടിലാണ് അന്ന് മണിപ്പൂർ വരെ പോയത്. പക്ഷേ മണിപ്പൂർ പോകാൻ പറ്റാതെ നമ്മൾ മിസോറാമിൽ നിന്ന് പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടെ ബോർഡർ ക്ലോസ് ആയിരുന്നു, ആഭ്യന്തര കലാപം കാരണം. പിന്നീട് നമ്മൾ കൊൽക്കത്ത കൊണ്ടത് ഷിപ്പ് ചെയ്താണ് മലേഷ്യ, തായ്ലൻഡ്, കംബോഡിയ, ലാവോസ് ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് അവിടെ പോയത്. എന്താ പറഞ്ഞാലും ഈ റോഡിൽ കൂടെ ഞങ്ങൾ 2 രാജ്യം വെച്ച് ബാക്കി എല്ലാ റോഡ് ഞങ്ങൾ തീർത്തതാ. ഇത് നോർത്ത് ഇന്ത്യയിലെ ഒരു പ്രത്യേക രീതിയാണ്. ത്രിപിള് വിത്ത് 2 ബൈക്ക് ഒരേപോലെ പോട്ടോ. അടിച്ചല്ലോ ഫാമിലിയോ അങ്ങനെ ഫ്രണ്ട്സോ അങ്ങനെ എന്താ സെറ്റപ്പ്. ഇത് ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. മൈക്കിൾ ഇപ്പഴാട്ടെ എണീറ്റ് വന്നേ. ഇപ്പഴാക്കെ ഒരു സന്തോഷം കിട്ടിയ എന്റെ പൊന്നെ, ഫ്രണ്ടിലേക്ക് നോക്കിയ നീ വലിയ ഒരു ടൗൺ അല്ലേ? ഫ്രണ്ടിലേക്ക് വലിയൊരു ടൗൺ വന്നു കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമുക്കൊരു ടോൾ ഗേറ്റ് കിട്ടി. വളരെ സന്തോഷമായ കാര്യം. അപ്പോൾ ഇനി അങ്ങോട്ട് 2 വരിപ്പാതയും 3 വരിപ്പാതയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. എന്നെ നിർത്തിച്ചേ അതിനാ കഴിഞ്ഞു തുറന്നു വിട്ടു കേട്ടോ. സന്തോഷം. ഞാൻ വിചാരിച്ചു നിർത്തിച്ച് എന്നാന്ന് കേട്ടോ. അതിനാ മഹാരാഷ്ട്ര അടി അതിൻ്റെ ഏരിയ. ഇത് മറ്റേ ബാഗ് ഉണ്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ബാഗ്. ഒരുത്തന് കണ്ടോ, ഒന്നിന്റെ സൈക്കിളെ വന്നപ്പം തന്നെ കേറി ടോള് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി. അങ്ങോട്ട് പോവാ, കാലം അതിൻ്റെ അകത്ത് പോലെ. ഞാനിവിടെ വണ്ടി നിർത്തുള്ള മെയിൻ കാരണം എന്നറിയോ? ഇനി നിങ്ങൾ പോക്കോട്ടാ. ഈ കാണുന്ന മൺ ഗ്ലാസ് ഇത് കഴിച്ച് അല്ല കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എറിഞ്ഞ് കളയാട്ടെ, എറിഞ്ഞ് പൊട്ടിക്കാം. ഇറക്കടാ. ഇനി അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാണാത്തതും ഇവിടെ കാണുന്നതുമായ ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു. ഗൈസ്, ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഈ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല. അതായത് ഒരു കാലത്ത് ഞാനും ലിബിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പം നിർത്തി. ഇതിൽ ഏറ്റവും ടോപ്പ് സാധനം രജനീഗന്ധയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇത് വിമലാണ്. ഇതിൻ്റെ മസാലയാണ്. ഇത് കമല പസന്ത്, പിന്നെ സിഗ്നേച്ചർ, അങ്ങനെ കുറെ സാധനങ്ങൾ. ഇതെന്നാ ഉപയോഗിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ നേരത്തെ ഉറക്കം വരില്ല. അതിനുവേണ്ടിയാണ് ഇത് കൂടുതൽ ഉപയോഗിച്ചാൽ ഇതുപോലെ പല്ലൊന്നും ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ ഇതൊക്കെ നമ്മൾ നിർത്തിയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ആൾക്കാർ നമ്മുടെ അടുത്ത് വരാൻ നേരത്ത് ഭയങ്കര സ്മെല്ലായിരിക്കും, അടിപ്പിക്കൂല. അങ്ങനെ ചെറിയ വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരാൻ വേറെ നല്ല കിട്ടും. നമ്മൾ ചെയ്യുന്ന മുറുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് നല്ല. നിങ്ങളുണ്ടല്ലോ വണ്ടി ഓടിക്കുന്ന ഉറക്കം വന്നോ, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, വണ്ടി സൈഡൊക്കെ ഉറങ്ങുക, വേറെ ഒന്നും ചെയ്യാൻ. ഇവിടുത്തെ ചായ എന്ന് വെച്ചാൽ പ്രത്യേകം നോക്കിയാൽ മൺകുടത്തിനകത്താണ് ചായ ഉണ്ടാക്കണ്ടോ. നേരത്തെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചാക്കുന്നത് എങ്ങനെയാ? അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള മൺകുടത്തിലാണ് അടി പിടിക്കല്ലേ? അപ്പൊ ഉണ്ട്, അടി പിടിക്കുന്നുണ്ട് കേട്ടോ. അടി പിടിക്കുന്നുണ്ട് സാധനത്തിന്. ആണോ? സൂത്രം കാണിച്ചു തരാവേ. ബൈ ബൈ ബൈ. 2 തിരി. ബൈ ബൈ. ഇതായിപ്പോയി. അങ്ങനെ ലിബിൻ മൈക്കിളിനെ തള്ളിക്കൊണ്ട് നടക്കും കേട്ടോ. ഇഷ്ടപ്പെട്ടോ? അങ്ങനെ പോകില്ല, പയ്യെ പോകുള്ളൂ. ഇത് സ്പീഡ് വരൂല. ഇത്ര നേരം എനിക്ക് ഇത്ര ആവേശമേ ഇല്ലായിരുന്നു. ഒട്ടുക്കത്തെ ആവേശം. മൊത്തം ആവേശം എന്നെ സംബന്ധിച്ച് നമ്മളെ തമിഴ്നാട് വെച്ചാണ് ഒരു ലൈറ്റ് ആണ്. അതായത് നമ്മുടെ TT നെപ്പോളിയനിലെ യൂറോപ്പിൽ നിന്ന് കസാക്കിസ്ഥാനിൽ നിന്ന് ഞങ്ങൾ ഫിറ്റ് ചെയ്ത സാധനം. അതായത് ഇത് ഇവൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, സ്ട്രിപ്പ് ലൈറ്റ് എന്ന് പറയും. എക്ബാർ ദേക്കിൻ്റെ കയ്യിൽ ഇതേതോ ഈ ലൈറ്റ് ഞങ്ങൾ വെക്കാൻ വേണ്ടി കാത്തിരിക്കുക. ഇതിന് ഇന്ത്യയിൽ എല്ലായിടത്തും 650 രൂപയാണ്. പക്ഷേ യൂറോപ്പിൽ ഇതിന് $10. $10 $10 തന്നെ പറയുള്ളൂ, ഇവർക്ക് അറിയാം. അപ്പൊ ഇവിടെ ഇവന്റെ ഫാൻ കടയും കുറച്ച് ലൈറ്റ് സംഭവമൊക്കെയാണ്. ആരിഫിന്റെ ഷോപ്പിൽ നിന്ന് ലൈറ്റ് മേടിച്ചു. യെസ്, ഇങ്ങനത്തെ 4 ലൈറ്റ് നമ്മൾ വണ്ടി ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രിയിൽ എങ്ങനെ ഇത് സെറ്റപ്പ് ഉണ്ടെന്ന് പറയാം. ആ സമയം കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം. ബാത്റൂം എങ്ങനെ ഉണ്ടമ്മേ? നല്ല ബാത്റൂമാണ്. നോക്കിയാൽ ഈ കാണുന്നൊരു വലിയ ഇതെന്നാണോ എഴുതിയാക്കുന്നത്? സ്വാഗതി അല്ലേ? കമ്പനി പമ്പാണ്. അപ്പം അവിടെ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ ഒരു ഫാനും വേണം ബേക്കിലേക്ക്.
കാരണം ഫാൻ വളരെ അത്യാവശ്യമായിക്കൊണ്ടിരിക്കുന്നു. एक बार एक दे दो वो बड़ा वाला वो कवर दे दो देखने के लिए. वो कवर है ना मैं हाँ ये वाला हाँ गाइस ഇത് കണ്ടോ ഇതാണ് ഈ സാധനം കേട്ടോ. ഇത് പല കമ്പനിയുടെ ഉണ്ട് ഇവനെ. ഇച്ചിരി നല്ല കമ്പനിയുടെ സാധനമാണ്. നിന്നെ 650 നീ ഭാഗ്യം കേട്ടാ 30 രൂപ കുറച്ച് വന്നിരിക്കും. ചെറിയൊരു ഇലക്ട്രിക്കൽ ഷോപ്പ്. ഇവിടുത്തെ ഫാൻ നോക്കിയടാ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ആൾക്കാർ മേടിച്ചു ഇതിനൊക്കെ 600. നമ്മുടെ നാട്ടിലൊന്നും ആരും മേടിച്ചു വെക്കില്ല. ഇവിടെ പിന്നെ കോബ്രയുടെ ഒക്കെ ലൈറ്റ് ഉണ്ട്. ഗൈസ് അവൻ തുടച്ചിട്ട് സംഭവം ഫിറ്റ് ചെയ്യും കേട്ടോ. ഇതേ ഈ ലൈറ്റിൽ നിന്ന് കണക്ഷൻ എടുക്കണം. ഇൻഡിക്കേറ്റർ എടുക്കുമ്പോൾ ഇൻഡിക്കേറ്റർ അല്ലാത്തപ്പം അങ്ങനെ എടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പൊ അവൻ അതെല്ലാം കണക്ഷൻ എടുക്കലും പരിപാടി. വേറെ ലൈറ്റ് ഉണ്ടോന്ന് ചോദിച്ചവനെ दूसरा अलग दूसरा वाला लाइट है. अच्छा वाला दूसरा वाला नहीं है. दूसरा टाइप परचेसिंग करेगा दूसरा अच्छा सा लाइट. നിങ്ങൾ പറഞ്ഞ അവർക്ക് മനസ്സിലാകുന്നില്ല പറഞ്ഞു. ഞാൻ ആംഗ്യ ഭാഷ ഉപയോഗിക്കുന്നു. फोटो ये फोटो പൊട്ടിച്ച് കഴിഞ്ഞാൽ മേടിക്കേണ്ടി വരും. അങ്ങനെ നോക്കാലോ. ലേസർ ആയിരിക്കും മിക്കവാറും ഇത്. कितना है एक का ഇതെന്നാടാ പഴയ ലേസർ സെറ്റപ്പ് ആയിരിക്കും അല്ലേ? हाँ ये पूरा जमीन रोड पे ऐसा लगेगा. देखने के लिए किधर है? वन बार हाँ ചേഞ്ച് ആകുക കളർ. വേറെ ഒന്നിനും ഞങ്ങൾ 5 പൈസ മുടക്കില്ല. ലൈറ്റ് ഫിറ്റ് വണ്ടി ടയർ മെക്കാനിക് വണ്ടി സംബന്ധമായ എല്ലാ സാധനത്തിനും ഞങ്ങൾ പൈസ കൊടുക്കും. ഏറ്റവും കൂടുതൽ ഞങ്ങളെ പറ്റിക്കുന്നുണ്ടോ ഇപ്പൊ നമ്മുടെ ഫിറ്റിങ്ങും പരിപാടിയൊക്കെ തൂത്ത് തുടച്ചെല്ലാം ലെവലാക്കുന്നുണ്ട്. സൂപ്പർ ലൈറ്റ് കേട്ടോ. ഇത് വർഷങ്ങൾക്ക് മുമ്പേ യൂറോപ്പ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ചൈനയൊക്കെ വന്ന സാധനം വർഷങ്ങൾക്ക് മുമ്പേ. ഇതെല്ലാം ഉണ്ടല്ലോ ഈ കാണുന്ന ട്രക്കുകളുണ്ടല്ലോ. ഈ ട്രക്കുകളിൻ്റെ പിന്നെ ഡ്രൈവർമാരായിട്ട് ഈ കാണുന്നതല്ല. അപ്പോൾ ഇവരായിട്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. आपका महिंद्रा एंड पिकअप हाँ टेस्ट ड्राइविंग ना हाँ ये शोरूम में जाता है. अच्छा ये भूटान जाता है, नेपाल जाता है, सब इधर जाता है. सिलीगुड़ी का गाड़ी है हमारे साथ में. और सिलीगुड़ी भी जाएगा. गया है उधर से अभी आगे गए सिलीगुड़ी. आपका गाँव कौन सा है? मैं केरला का है. तमिल है तमिल. नहीं केरला मलयालम तमिलनाडु में. हाँ आप तमिल गए क्या? हाँ गया मेरे सामने है. इधर एक इधर ही है और एक इधर ही है. ഗൈസ് ഇതുണ്ടോ നമ്മുടെ ലൈറ്റ് ഫിറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അതെ പുറത്ത് വെച്ച വൃത്തികേടാണെന്ന് തോന്നിയതുകൊണ്ട് അകത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. ഈ ഒരു ലൈറ്റ് 2 വെക്കുന്നുണ്ട് വണ്ടിയുടെ അടിയിൽ. വെച്ച് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതുണ്ടോ ഇതേ ലൈറ്റ് ഒരെണ്ണം ഫ്രണ്ട് ഫിറ്റ് ചെയ്തു. ഇനി ഇങ്ങോട്ട് വാ. ഇതൊന്നും ഇങ്ങനെ അല്ല കേട്ടോ. ഇത് ഫുള്ള് ഫിറ്റ് ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ടോ ഈ ഗൈസ് ഇനിയും ഫിറ്റ് ചെയ്യാനുണ്ട് കുറച്ചുകൂടെ. അതുകൂടെ ഫിറ്റ് ചെയ്തിട്ട് നിങ്ങളെ കറക്റ്റ് എല്ലാ സംഭവം കാണിച്ചു തരാം. പടവടെ ഫിറ്റിംഗ് ആ പരിപാടി. ഒടുക്കത്തെ ഫ്രെയിം എന്താ കളർന്ന് നോക്കിയേ. ഒരു പെട്രോൾ പമ്പിന് ഇത്രയധികം ഭംഗിയോ. ആകാശം ഇന്ന് മീനുണ്ടാകും കേട്ടോ. ചെമ്മാൻ ഒരു ഈസി ആണല്ലോ. മറ്റേ ചാള എന്തായാലും കിട്ടും. നമുക്ക് വേണ്ടി പ്രത്യേകം ഫാൻ അവൻ ഉണ്ടാക്കിയെടുക്കട്ടെ. അതായത് ഇത് കസ്റ്റമൈസ്ഡ് ഫാനാണ്. അതായത് വൈപ്പർ മോട്ടറിൽ ഉണ്ടാക്കുന്ന ഫാനാണ്. വൈപ്പർ മോട്ടർ തന്നെ കോൺസാ ഗാഡിക്കാ കാർ ഓട്ടോയുടെ ചെറിയ വൈപ്പർ മോട്ടറില്ലേ അത് വെച്ച് ഇതുണ്ടോ ഇങ്ങോട്ട് അടുത്ത് വന്നത്. ഇതുണ്ടോ ഇതാണ് സാധനം. ഭയങ്കര സ്പീഡാണ് ഈ സാധനത്തിന്. അപ്പോൾ അത് വെച്ച് ഇവന്മാർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ്. ഇത് പുതിയ വൈപ്പർ മോട്ടറല്ല. ഇത് കംപ്ലൈൻ്റ് ആയിരുന്ന ചെയ്തെടുത്തിട്ട് അതുകൊണ്ടാക്കുന്നത് ഭയങ്കര കാലത്ത് അടുത്ത് വയ്ക്കാൻ പറ്റൂല. 2 നമ്മൾ മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ 2 അവൻ ഉണ്ടാക്കുവാണ്. ഇതൊരു ലൈറ്റ്. ഇനിയിപ്പാ അത് ഇൻഡിക്കേറ്റർ പിടിക്കുമ്പോഴൊക്കെ മാറും കേട്ടോ. സൈഡ് ലൈറ്റ് കണ്ടോ. ഇനി വണ്ടിയുടെ അടിയിലേക്ക് നോക്കിയേ. വണ്ടിയുടെ അടിയിൽ കണ്ടോ അടിയിൽ മിന്നുന്നതെല്ലാം ലൈറ്റ്. ഗൈസ് വണ്ടിയുടെ അടിയിലുണ്ട് പല കമ്പനിയുടെ ലൈറ്റ് അവനത് വരും ഔഡി വരും. ഗൈസ് പല കളർ ലൈറ്റ് സംഭവങ്ങളൊക്കെ അടിയിൽ കത്തും. അതൊക്കെ റണ്ണിങ്ങിലെ കറക്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ കുറച്ചും കൂടെ പണിയുണ്ട്. അതും കൂടെ തീർക്കട്ടെ. എന്നിട്ട് വേണം ബാക്കി പരിപാടി നമുക്ക് ചെയ്ത് തീർക്കാം കേട്ടോ. ഗൈസ് ഫൈനലി നമ്മളങ്ങനെ വണ്ടിയുടെ പണിയെല്ലാം തീർത്ത് കിഡിലൻ ഫാൻ നോക്കിയേ. അതായത് ഇത് വൈപ്പർ മോട്ടറിൽ സംഘടിപ്പിക്കുന്ന സാധനമാണ്. ഇതുണ്ട് തൊട്ടിപ്പുറം വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര സൗണ്ടാട്ടോ. അതായത് നമ്മൾ ട്രെയിനിലൊക്കെ ഫാൻ വെച്ച് നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ സൗണ്ടും അതിന്റെ അതേ കാറ്റും ഞാൻ വേണം ഒരെണ്ണം കാണിച്ചു തരാം. നോക്കിയേ നിങ്ങൾ അതിൻ്റെ സൗണ്ട് കേട്ടോണേ. കണ്ടോ അപ്പുറം നോക്കിയേ. ഇത് മറ്റേതിനെ സംബന്ധിച്ച് എത്ര ഒരു ഒരു ബാറ്ററി സേവർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഭയങ്കര സൗണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര വൈപ്പർ മോട്ടർ അല്ലേ. ബാറ്ററി സേവർ തന്നെയായിരിക്കും. ഇനി അത് കൂടാതെ പുറത്ത് ജനറേറ്റർ അടിച്ചിട്ടുണ്ട്. കൂളർ AC ഓൾറെഡി വർക്കിംഗ് ആണ്. ഇവിടെ കിച്ചണിൽ കൊച്ചിന് പാല് പരിപാടിയൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ റെഡിയാക്കി. ഗൈസ് ഇതാണ് മൈക്കിൾ.
ഇതാണ് മൈക്കിള് കുസൃതി. എങ്ങനെ കയറിപ്പോ നാണോ കേട്ടോ ഓടി പെണ്ണാണോ വന്നേക്കാ ആ എന്നാ അങ്ങനെയാണ് വിളിക്കുന്നത്. ലുട്ടാപ്പി ലുട്ടാപ്പി ഇല്ല ചുട്ടാപ്പി. ചുട്ടാപ്പി ചുട്ടാപ്പിയുടെ മുഖം നോക്കിയടാ. ചുട്ടാപ്പിയേ ചുട്ടാപ്പിക്ക് നാണോടാ. അതെപ്പോഴാ മീട്ടവൻ? അതൊന്നും പൊളിക്കല്ലേ മൈക്കിളെ. ആ ആ ഗൈസ് ഗുസ്തി കേട്ടോ ഗൈസ്. ഇനിയിപ്പം ഗൈസ് ഫൈനലി നമ്മൾ കിടക്കാൻ വേണ്ടി പോകണം ഓരോരുത്തരായിട്ട്. ഇവനെ പേടിച്ചിട്ടാണ് ഇത് കണ്ടോ ഈ സാധനമൊക്കെ വെച്ചേക്കുന്നത്. ഇത് കണ്ടോ ഇതൊക്കെ ഇവൻ കൈയുടെ ഇരിക്കാൻ വേണ്ടിയാണ് ഈ സാധനം വെച്ചത്. പാവമാണ് ഇടയ്ക്കിടയ്ക്ക് ഇലക്ട്രിസിറ്റി ചെക്ക് നോക്കിയിട്ട് അതിന് ഇടുക്കി ഡാമിന് അവസാനം അടിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നു. കഴിക്കോ ബാൻഡേജ് കെട്ടണോ? ആ അപ്പനാണോ വികലാകൻ ഞാനാണോ വികലാകൻ? ഞങ്ങൾ രണ്ടുപേരെ കൈ 2 കിലോ കൂടുതൽ ഇത് അടച്ചിട്ട് കേട്ടോ.